പ്രൈസ് ലോർഡ് ചർച്ച്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മളെ സംരക്ഷിച്ച് പരിപാലിച്ച് നടത്തിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് ആരാധനയ്ക്കായിട്ട് ഈ ഹാളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. അതുപോലെ ഓൺലൈൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുക അത്രയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവിടാ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഇന്നലെ ഞായറാഴ്ചയ്ക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്ത് പരിപാലിച്ച നിൻ്റെ വിലയേറിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ തന്നല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഈ ചർച്ചിനെ മുറ്റുമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററിന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചെയ്യുന്ന എല്ലാ ദൈവിക വേലകളെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരായിരിക്കുന്നതിൻ്റെ കർത്താവെ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ കർത്താവെ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ആരെങ്കിലും വിഷമത്തിലോ പ്രയാസത്തിലോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷത്തിൻ്റെ കർത്താവെ, അനുഗ്രഹത്തിൻ്റെ ആ ഉറവുകളെ കർത്താവെ നീ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വർഷിപ്പിൽ ഇടിയാൻ കർത്താവെ അടിയനെ യോഗ്യനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളെ പൊറുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. എല്ലാവർക്കും കർത്തസന്നിധിയിൽ എഴുന്നേൽക്കാം. നാളിതുവരെയും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ ദൈവം, നമ്മുടെ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെങ്ങനെയായിരുന്നു പഴയ കാലം, നമ്മളിപ്പോൾ എവിടെ ആയിരിക്കുന്നു? ഹല്ലേലൂയ. ആ അനുഗ്രഹിച്ച ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ. അബ്രാഹാമിനെ അനുഗ്രഹിച്ച ദൈവം, അവൻ്റെ അതിരുകളെ വിസ്താരമാക്കിയ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു ദൈവം. പലവിധമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം, പക്ഷേ ദൈവം നമ്മളെ അറിയുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. അവൻ പുതിയ വാതിലുകളെ തുറക്കും, നമ്മുടെ ദോഷങ്ങളെ മാറ്റും, നമ്മുടെ രോഗങ്ങളെ അകറ്റും. ഹല്ലേലൂയ. ആ ദൈവത്തെ സ്തുതിച്ച് പാടുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നീ എന്നെ അനുഗ്രഹിച്ചു എന്നുള്ള പാട്ടുപാടി ആരാധന ആരംഭിക്കാം. എന്റെ അതിരുകൾ വിസ്താരമാക്കി, നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെയിരുന്ന് അനർത്ഥം എനിക്കു വ്യസനമായി തീരാതെ വണ്ണം എന്നെ കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എനിക്കായി ജീവിപ്പതിനാ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എനിക്കായി ജീവിപ്പതിനാ. തുറന്നിടും അവൻ പുതുവാതിലുകൾ, ആർക്കുമാവില്ല അടച്ചിടുവാൻ. തുറന്നിടും അവൻ പുതുവാതിലുകൾ, ആർക്കുമാവില്ല അടച്ചിടുവാൻ. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെയിരുന്ന് അനർത്ഥം എനിക്കു വ്യസനമായി തീരാതെ വണ്ണം
അറിയും നാഥൻ നൽകിടും ആവശ്യമെല്ലാം. ഹൃദയങ്ങൾ അറിയും നാഥൻ നൽകിടും ആവശ്യമെല്ലാം. അവനെ നോക്കിയോ ശോഭിതരായി അവന് ഒരു നാളും ലജ്ജിക്കില്ല. അവനെ നോക്കിയോ ശോഭിതരായി അവന് ഒരു നാളും ലജ്ജിക്കില്ല. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെയിരുന്ന് അനന്തം എനിക്കു വ്യസനമായി തീരാതെ വണ്ണം എന്നെ കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും. ഹൃദയങ്ങൾ അറിയും നാഥൻ നൽകിടും ആവശ്യമെല്ലാം. ഹൃദയങ്ങൾ അറിയും നാഥൻ നൽകിടും ആവശ്യമെല്ലാം. അവനെ നോക്കിയോ ശോഭിതരായി അവന് ഒരു നാളും ലജ്ജിക്കില്ല. അവനെ നോക്കിയോ ശോഭിതരായി അവന് ഒരു നാളും ലജ്ജിക്കില്ല. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെയിരുന്ന് അനന്തം എനിക്കു വ്യസനമായി തീരാതെ വണ്ണം എന്നെ കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയെപ്പോലെ നമ്മളെ താലോലിക്കുന്ന ദൈവം, സമാധാനമായിട്ട് കിടന്നുറങ്ങുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കിയിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവൻ്റെ നാമത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതി സ്തുതി എൻ മനമേ എന്നുള്ള പാട്ടുപാടി വീണ്ടും ദൈവത്തെ ആരാധിക്കാം. മനമേ സ്തുതികളിലുന്നതനേ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. അമ്മയെപ്പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു. അമ്മയെപ്പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാറിൽ ദിനം ദിനമാ. തന്റെ മാറിൽ ദിനം ദിനമാ. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാറിൽ ദിനം ദിനമാ. തന്റെ മാറിൽ ദിനം ദിനമാ. സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റ മഴ
നമുക്കൊരുക്കിയല്ലോ, മേശ നമുക്കൊരുക്കിയല്ലോ. കൊരവൈരിയും നടുവിലവൻ മേശ നമുക്കൊരുക്കിയല്ലോ, മേശ നമുക്കൊരുക്കിയല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താൽ വലഞ്ഞീടിലും തീരാരോഗത്താൽ അലഞ്ഞീടിലും, ഭാരത്താൽ വലഞ്ഞീടിലും തീരാരോഗത്താൽ അലഞ്ഞീടിലും, പിളർന്നീടും ഒരടി പിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം. പിളർന്നീടും ഒരടി പിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സിംഹങ്ങളാണ് നീവിലും ബാലസിംഹങ്ങൾ പെരും പാമ്പുകൾ, സിംഹങ്ങളാണ് നീവിലും ബാലസിംഹങ്ങൾ പെരും പാമ്പുകൾ, ചവിട്ടി തലമെതിച്ചിടുമേ അവയിൽ ജയം നേടിടും, അവയിൽ ജയം നേടിടും. ചവിട്ടി തലമെതിച്ചിടുമേ അവയിൽ ജയം നേടിടും, അവയിൽ ജയം നേടിടും. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഹല്ലേലൂയ. നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളെ ഓർത്ത് പാടുക. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് അവനോട് നന്ദി പറയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ എന്നുള്ള പാട്ട് പാടി വീണ്ടും ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം യേശുവേ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ, ദേശം
വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിന്മേൽ. ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ, തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിന്മേൽ. ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ, തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിന്മേൽ. ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും ഞാൻ എനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും ഞാൻ എനിക്കുണ്ട്. ചൂടിൽ വാഴാതെ വീണു പോകാതെ മേഘസ്തംഭമായി ഞാൻ എനിക്കുണ്ട്. ചൂടിൽ വാഴാതെ വീണു പോകാതെ മേഘസ്തംഭമായി ഞാൻ എനിക്കുണ്ട്. കാലിടറാതെ കല്ലിൽ തട്ടാതെ കാത്തിടുമെന്നേ നാഥനിൽ നിന്നും. കാലിടറാതെ കല്ലിൽ തട്ടാതെ കാത്തിടുമെന്നേ നാഥനിൽ നിന്നും. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും ഞാൻ എനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും ഞാൻ എനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും ഞാൻ എനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും ഞാൻ എനിക്കുണ്ട്. പീഡിയത്തിലും നല്ല ഇടയൻ കോടിയേറ്റിയൻ വീട്ടിലെത്തിക്കും. പീഡിയത്തിലും നല്ല ഇടയൻ കോടിയേറ്റിയൻ വീട്ടിലെത്തിക്കും.
ആത്മശക്തിയാൽ എന്നെ നയിക്കും. ആത്മനാഥൻ കൂടെയുണ്ടെന്നും ആത്മശക്തിയാൽ എന്നെ നയിക്കും. ആത്മനാഥൻ കൂടെയുണ്ടെന്നും എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും ഞാൻ എനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും ഞാൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. സന്തോഷങ്ങളുള്ളവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തേടിയെത്തിടുന്ന നല്ല ഇടയൻ. ഒറ്റപ്പെട്ട അവസ്ഥയിൽ, രോഗത്തിൻ്റെ അവസ്ഥയിൽ, വിട്ടുമാറാത്ത പ്രയാസങ്ങളും ദുഃഖങ്ങളും അകപ്പെട്ടിരിക്കുന്നവർക്ക് തേടിയെത്തുന്ന ഒരു നല്ല ഇടയൻ നമുക്കുണ്ടെന്നുള്ള വിശ്വാസമുള്ളവർ മാത്രം കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ആത്മശക്തിയാൽ നമ്മളെ നയിക്കുന്ന ദൈവം, ആ ആത്മനാഥൻ എന്നും ജീവിത അവസാനം മൊത്തവും നമ്മുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ നമുക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാം. ഹല്ലേലൂയ. 7 വിളക്കിൻ്റെ നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ചി അണിഞ്ഞ യേശുവിനെ നമുക്ക് നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആരാധനയ്ക്കായിട്ടൊരുങ്ങാം. നടുവിൽ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ.
കരങ്ങൾ ഉയരട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. ദൈവമായ സ്വർഗ്ഗസ്പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം തന്ന കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്കായിട്ട് കടന്നു വന്ന എല്ലാ ജനങ്ങളെയും കർത്താവേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ ക്ഷേമത്തോട് പരിപാലിച്ച ദൈവത്തെ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാസ്റ്ററും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന ദൈവിക വേലകളെ മാനിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. കൂടുതൽ കൂടുതൽ വലിയ വൻ കാര്യങ്ങൾ മകനിൽ കൂടെ കാണുവാൻ കർത്താവെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളെയും എല്ലാ മേഖലകളെയും നീ നിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇടയിലൊക്കെയും കർത്താവെ പ്രയാസത്താലും ദുഃഖത്താലും ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്ന ദൈവം ഹല്ലേലൂയ അവർക്ക് സമാധാനത്തെ കൊടുക്കും കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണം കർത്താവെ. നാട്ടിലായിരിക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കേരളത്തിൽ ഇപ്പോൾ പ്രളയത്തിൻ്റെ കെടുതിയാൽ വിഷമിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവെ. അവർക്കൊക്കെയും സമാധാനവും കർത്താവെ കരുതലും നിൻ്റെ പ്രൊട്ടക്ഷനും അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ കർത്താവെ ടെൻഷനുകളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും കർത്താവെ നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സംരക്ഷണവും നിൻ്റെ ബുദ്ധിയും അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. തുടർന്നുള്ള സമയം കർത്താവെ നിന്നിൽ ഫലമേൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേൾക്കുവാൻ സഹായിക്കണം. സർവ്വം ജീവനമച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഓൺലൈനിൽ കൂടി നമ്മളെ കേൾക്കുന്നതായിട്ടുള്ളവരും അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇവിടെ ചേർച്ചിൽ വന്ന് ദൈവനാമം കേൾക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ എൻ്റെ വെൽക്കം. ലെറ്റ് ഗോഡ് ബി വിത്ത് അസ്, ബ്ലെസ് അസ് ആൻഡ് ഗൈഡ് അസ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. കർത്താവേ, അല്പസമയം ഞങ്ങളുടെ അപ്പൻ്റെ വചനം ഞങ്ങൾ ധ്യാനിക്കാൻ പോകുന്നു. അപ്പം കൂടിരുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം. ലെറ്റ് ഇറ്റ് ബി planted in us so that we will be fruitful to many. Amen. Hallelujah. നമ്മളെല്ലാവരും ഇപ്പോൾ യു എയിൽ മഴയില്ല, പക്ഷേ നേരത്തെ മഴയുണ്ട സമയത്തൊക്കെ നമ്മൾ ഹൈവേ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കാണാം പെട്ടെന്ന് കുറച്ച് ഗ്രീനറിയൊക്കെ ആവുന്നു, ചെടികളൊക്കെ കിളിക്കുന്നു. ഇറ്റ് ലുക്സ് വെരി ഗുഡ് ഫോർ നമ്മുടെ കണ്ണുകൾക്ക് നല്ലൊരു കാഴ്ചയാണത്. നമ്മുടെ ഹൃദയത്തിലും നല്ലൊരു ഫീലിംഗ് തരുന്നു. അത് നമ്മൾ പലനേരം ചിന്തിക്കും ഇങ്ങനെ എല്ലാ ദിവസവും ആയിരുന്നാൽ നല്ലതായിരുന്നു. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും വെയിലടിക്കുമ്പോഴത്തേനെ നമ്മൾ കാണുന്നു ഈ ചെടികളെല്ലാം അവിടുന്ന് പിഴുതു മാറിപ്പോവാണ്. അത് പിന്നെ അവിടെ നിൽക്കുന്നില്ല. ഇറ്റ് ഡ്രൈസ് അപ്പ് ആൻഡ് ഇറ്റ് വിതേഴ്സ്. ചിലവരുടെ ജീവിതത്തിലും വേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ബട്ട് വാട്ട് ഗോഡ് വാണ്ട്സ് ഇസ് ഡിഫറെൻറ്റ്. മാർക്ക് ചാപ്റ്റർ 4 വേഴ്സസ് 3-8 ഒന്ന് വായിക്കാമോ? കേൾപ്പീൻ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂടുതട്ടി വേരില്ലായി കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു. മുള്ളു മുളച്ച് വളർന്നതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന്. ഹല്ലേലൂയ. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഈ പാരബിൾ യേശു
ഒരു ക്രൗഡിനോടാണ് പറഞ്ഞത്, ഒരു വലിയ ജനസമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇത് കേട്ട പലവരും ഇത് കേട്ട് തിരിച്ചു പോയപ്പോൾ കുറച്ച് പേര് അത് ഹൃദയത്തിൽ പതിഞ്ഞു കാണും ആ കേട്ട വചനം. അതിൽ നിന്ന് കുറച്ച് പേര് ദേ വുഡ് ഹാവ് ഗിവൺ എ ക്രോപ്പ്. നമ്മൾ ആ 8-ാം വാക്യം വായിക്കുമ്പോൾ ചിലത് മൾട്ടിപ്ലൈ ചെയ്ത് 30, 60, 100 മേനി ബലം നൽകിയിട്ടുണ്ടായിരിക്കാം. ബട്ട് വി ഡു നോട്ട് നോ ഇറ്റ്. ബട്ട് വി നോ ദറ്റ് ദൈവത്തിനോട് തന്നെ എല്ലാ ഡിസൈപ്പിൾസും all the 12 they were so fruitful to bring more to his kingdom. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ടുഡേ 2026 തുടങ്ങിയപ്പോൾ എവറി വൺ വാസ് തിങ്കിങ് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഇയർ. കമ്പനീസ് മെയ്ഡ് ഗുഡ് ബഡ്ജറ്റ്സ് എല്ലാം ചെയ്തു. പക്ഷേ ആഫ്റ്റർ സം ടൈം ഇറ്റ് ടേൺഡ് അറൗണ്ട്. മെനി പീപ്പിൾ, പലവർക്കും ജീവിതത്തിൽ ഡിഫിക്കൽട്ടീസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്, നമ്മൾക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ബട്ട് നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ദൈവം ആ വിത്ത് പാകിയിരിക്കുന്ന നമ്മളിൽ നല്ല ഒരു ഗ്രൗണ്ടിലാണ്. ഇന്നത്തെ നമ്മുടെ സെർമൻ്റെ പേരാണ് ദ ഗുഡ് ഗ്രൗണ്ട്. ഹീ ഹാസ് പ്ലാന്റഡ് ദ സീഡ് ഓൺ ദ ഗുഡ് ഗ്രൗണ്ട്. ഇനിയും ഇത് എങ്ങനെ വളരും, ഇത് വലുതാവും, വിൽ ഇറ്റ് ബി എ ട്രീ, ഒരു മരമായി മാറുമോ, അനേകർക്ക് തണലാവുമോ, അല്ലെങ്കിൽ അനേകർക്ക് ഒരു സഹായമായി മാറുമോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഹൗ ഗുഡ് ദിസ് ഗ്രൗണ്ട് ഇസ്. ഈ വിത്ത് ദൈവം പാകിയിട്ടുണ്ട്. ഈ നിലത്തിൻ്റെ ഗുണമാണ് ഇത് എങ്ങനെ നാളെ എല്ലാവർക്കും പ്രയോജനമുള്ളതായി തീരുമെന്നറിയാൻ വേണ്ടി. ഒരു കുരു നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു സീഡ് അല്ലെങ്കിൽ വിത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഹാർഡ് അല്ലേ. ആ വിത്തെടുത്ത് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ടേബിളിൽ വെച്ചാൽ ഒന്നും ആവാൻ പോകുന്നില്ല. നമ്മുടെ പല വീടുകളിലും ബൈബിൾ റിലേറ്റഡ് ബുക്സും എല്ലാം ഉണ്ട്. അത് ആ ഷെൽഫിലിരുന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഗോൺ ടു ബി പ്രൊഡക്റ്റീവ്. അതിൽ നിന്ന് എന്തെങ്കിലും വെളിയിൽ വരണമെങ്കിൽ അത് നല്ലൊരു ഇടത്ത് വീഴണം. ആ നല്ലൊരു ഇടം നമ്മളാണ്. ആ നമ്മൾ എങ്ങനെ അതെടുത്ത് ഹൗ വി മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് ഓഫ് ദ ലോഡ്, എങ്ങനെ നമ്മൾ അത് പലവർക്കും പ്രയോജനപ്പെടുന്ന ആക്കി മാറ്റാൻ പറ്റും, നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു എക്സാമ്പിളാക്കി മാറ്റാൻ പറ്റും, അവിടാണ് ഇതിൽ ഒരു വ്യത്യാസം ഇരിക്കുന്നത്. ദാറ്റ് ഈസ് വെൻ ആ വിത്തിന് മുളച്ച് വളർന്ന് ഒരു മരമാവാൻ പറ്റത്തുള്ളൂ. സോ ആ നല്ല നിലമായി നമ്മൾ തീരണമെങ്കിൽ നമ്മൾ ഇത് പല കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷന് നമ്മൾ തയ്യാറായിരിക്കണം. നമ്മളെല്ലാവരും ചർച്ചിൽ വരുന്നുണ്ട്, സെർമൺസ് കേൾക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് ആർ വി ഗിവിങ് ദ റൈറ്റ് ഇൻഗ്രീഡിയൻസ്? നമ്മൾ നല്ലതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊടുത്ത്, ഇസ് ഇറ്റ് ഗോയിങ് ടു ബി ദ റൈറ്റ് ആൻഡ് ഫെർട്ടൈൽ സോയിൽ ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ടു ഗ്രോ? മാർക്ക് 4:8 നമുക്കൊന്നുകൂടെ നേടാം. ആൻഡ് അതർ ഫെൽ ഓൺ ഗുഡ് ഗ്രൗണ്ട് ആൻഡ് ഡിഡ് yield fruit that sprang up and increased and brought forth some 30, some 60 and some 100. ചില ബൈബിളിൽ പറയുന്ന ആദ്യത്തെ വാക്യം പ്രൊഡ്യൂസ്ഡ് എ ക്രോപ്പ് എന്നാണ്. പ്രൊഡ്യൂസ്ഡ് എ ക്രോപ്പ് എന്ന് വെച്ചാൽ വരുന്നു, ദൈവം പാകിയ വിത്തുണ്ട് നമ്മുടെ ഉള്ളിൽ, വചനം കേൾക്കുന്നു, നമ്മൾ പോകുന്നു. അതിൽ കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നന്നായിട്ട് ചെയ്യുന്നു. വി ആർ ലിവിങ് എ ഗുഡ് ലൈഫ്, ദാറ്റ് ഈസ് ഗുഡ്. ആൻഡ് വി ആർ തിങ്കിങ് ദാറ്റ് നമ്മൾ എല്ലാ കാര്യവും നല്ലതായിട്ട് ചെയ്യുന്നു, നമ്മളുടെ കാര്യങ്ങളെല്ലാം വി ആർ സെറ്റിംഗ് എവറിത്തിങ് റൈറ്റ് വിത്ത് ഗോഡ്. അടുത്തതിന് ആ വാക്യം പറയും സം മൾട്ടിപ്ലൈഡ് 30. വി ക്യാൻ തിങ്ക് ദൈവവചനം നമ്മളിലേക്ക് സ്വീകരിക്കുന്നു പള്ളി വന്നു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സെർമൺസ് കേട്ട് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയിലേക്ക് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം നേരെ കൊണ്ടുപോകാൻ പോകുന്നു. മക്കൾ, ഭാര്യ, ഇവരെല്ലാം കറക്റ്റ് ചെയ്യാൻ നോക്കുന്നു. സം ഗേവ് ഫ്രൂട്ട് 60 times. ചിലപ്പം നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മാത്രമല്ല, നമ്മുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അവരെ എല്ലാവരെയും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. ബട്ട് ദൈവത്തിന് വേണ്ടി അതിലും ഉപരിയാണ്. ആൻഡ് സം ആൻഡ് 100 times. നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഒരു വിത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ ദ നല്ല നിലം, നമ്മൾ നല്ലൊരു നിലമാണെങ്കിൽ, യു ഷുഡ് ബി ഏബിൾ ടു റീച്ച് ദ ഗോസ്പൽ ടു മെനി. By reaching the gospel to many, it does not mean that you need to stand with a mic and pray, and talk much. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാളോട് ദൈവത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. വാട്ട് ഗോഡ് വാണ്ട്സ് ഇസ്, now it's time for all of us to speed up. God does not want only the 30, he wants the 100. 100 മേനി കൊയ്യുവാൻ കഴിവുള്ളവരെയാണ് ഇന്ന് ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ. യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ബിക്കോസ് യു ആർ ദ ഗുഡ് ഗ്രൗണ്ട് വേർ ദൈവം ആ വിത്ത് ഇട്ടിരിക്കുന്നത്. ഈ നല്ല നിലം എങ്ങനെ 100 മേനി വിതച്ച് അനേകർക്ക് ഒരു പ്രയോജനമായി തീരാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ വേദവസ്തം നമ്മൾ നോക്കുമെങ്കിൽ സാമുവൽ പ്രവാചകനെ പറ്റി നമ്മൾ വായിക്കാം. ഹീ ഈസ് എ പ്രോഫറ്റ്, ഒരു പ്രവാചകനാണ്. ഹു കെയിം ആൻഡ് ഗേവ് 100 times in his time to people. He brought so many people to God. He corrected പലവരെയും, തെറ്റായി പോയ പലവരെയും at his time he corrected and we brought them to God. 1 Samuel chapter 3 verse 19 to 21 ഒന്ന് വായിക്കാം. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല.
ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രയേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഗ്രഹിച്ചു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ എലി ഒരു പുരോഹിതനായിരുന്നു. എലി പുരോഹിതൻ്റെ കീഴിൽ ഹന എന്ന് പറഞ്ഞ് ശമൂവേലിൻ്റെ മദർ, ശമൂവേൽ കുഞ്ഞുങ്ങളൊന്നുമില്ല, അവിടെ പോയി കരയുമ്പോൾ എലി പുരോഹിതൻ ചോദിക്കുകയാണ്, നീ എന്തിനാ കരയുന്നത്? ആർ യു ഡ്രങ്ക്? ബട്ട് ഷീ ടോൾഡ് നോ, എൻ്റെ ഉള്ളിലെ സോറോ കണ്ടാണ് ഞാൻ കരഞ്ഞത്. പക്ഷെ ആ കരച്ചിൽ ദൈവം അവിടെ നിന്ന് കേട്ടു. ഇൻ ഹർ സാമുവൽ വാസ് ഫോംഡ് ആൻഡ് ഷീ ഗേവ് ബർത്ത് ടു സാമുവൽ. സാമുവൽ വെളി വന്നപ്പോൾ വാട്ട് ഷീ ഡിഡ്? ദിസ് ഇസ് ഗോഡ്സ് ഗിഫ്റ്റ് ആൻഡ് ഷീ ഗേവ് ഇറ്റ് ടു ദ ചർച്ച്. When he was given to the temple of God, the seed the God of the Lord of Lords already planted in him. ആ വചനം ഉള്ളിൽ പ്ലാന്റ് ചെയ്തു. ആ ഒരു സാമുവൽ ജസ്റ്റ് ഒരു പുരോഹിതനായി മാറിയില്ല, ഒരു പ്രവാചകനായി മാറി. ദൈവം ശമൂവേലിനെ എടുത്തുപയോഗിച്ചു. ഒരു കൂട്ടത്തിന് മാത്രം കൊടുക്കാനുള്ളതല്ല, but to many to reap 100 folds. God blessed him to do that. ഈ തലമുറയിലും ദൈവം ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് എത്ര പേരെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും? എത്ര പേര് എനിക്ക് വേണ്ടി 100 മേനി കൊയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തരും? നമ്മളിവിടെ വായിക്കുമ്പോൾ and he let none of Samuel's words fall to the ground. അതാണ്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ ദൈവം നിങ്ങൾ പാകിയിട്ടുള്ള വിത്ത് അത് നല്ല നിലത്താ വീണിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ ഡു ദിസ് മൾട്ടിപ്ലിക്കേഷൻ ഫോർ ഗോഡ്, ദൈവം കാണും ദാറ്റ് നിങ്ങളുടെ ഒരു വാക്ക് പോലും ദൈവം വെറുതെ പോകാൻ സമ്മതിക്കത്തില്ല. ദൈവനാമത്തിൽ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഗോഡ് വിൽ മേക്ക് ഇറ്റ് ടു പാസ്. വി ഓൾസോ സീ മെനി മെൻ ഓഫ് ഗോഡ് സംടൈംസ് സേയിങ് വേർഡ്സ് ആൻഡ് ഇറ്റ് കംസ് ടു പാസ്. നമ്മളോർക്കും വൈ ഈസ് ഇറ്റ് കമ്മിങ് ടു പാസ്? ഇറ്റ് ഈസ് കമ്മിങ് ടു പാസ് ബിക്കോസ് ഹീ വാസ് ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ദേവദാസൻ. ഹീ ഈസ് എ ഗുഡ് ഗ്രൗണ്ട് ഇൻ വിച്ച് ഗോഡ് ഹസ് പ്ലാന്റഡ്. And he is going to reap 100-fold because in that man God has found a good soil, a good ground. നല്ല നിലം കണ്ടെത്തി. ഇനി നമുക്ക് ചിന്തിക്കാം, how do we become that good ground? ആദ്യത്തെ പോയിന്റ്, have a noble and good heart. ദൈവസന്നിധിയിൽ ദൈവം ചിന്തിക്കുമ്പോൾ ദൈവം നോക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഒരാളുടെ ഹൃദയം. നമുക്ക് എപ്പോഴും പുറലോകത്ത് കാണുമ്പോൾ വേറൊരാളും പള്ളിയിൽ നമ്മൾ വരുമ്പോൾ വേറൊരാളും ആവാം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഗോഡ് ലൈക്ക്. ദൈവത്തിന് അതല്ല ആഗ്രഹം. നിങ്ങൾ വെളിയിലും അകത്തും, ചർച്ചിനകത്ത് വരുമ്പോഴും രണ്ടിടത്തും ഒരാളായിരിക്കണം. അവിടെ ഒരു മുഖവും ഇവിടെ ഒരു മുഖവും. ഗോഡ് ഡസ് നോട്ട് ലൈക്ക് ഇറ്റ്. രണ്ടിടത്തും ഒരു മുഖം. ദാറ്റ് ഈസ് ദ ഗോഡ്ലി ഫിഗർ ആൻഡ് ദ ഗോഡ്ലി ഫേസ് ദാറ്റ് യു ഹാവ് ടു കീപ്. ദാറ്റ് യു വിൽ ഡു എവറിത്തിങ് ദാറ്റ് യു ക്യാൻ. നമുക്ക് പറ്റുന്ന അത്രയും ദൈവനാമത്തിന് വേണ്ടി ചെയ്യുക. നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിൽ ബി എൻ എക്സാമ്പിൾ ടു മെനി. സെറ്റ് എൻ എക്സാമ്പിൾ ആൻഡ് ഷോ ഹൗ ഗോഡ് ക്യാൻ യൂസ് യു ടു ബ്ലെസ് many others from you. ഹല്ലേലൂയ. നമ്മൾ കുറച്ച് നേരം മുന്നേ ശമൂവേൽ പ്രവാചകനെ പറ്റി വായിച്ചു. ശമൂവേൽ പ്രവാചകനാണ് ഇസ്രയേലിന് ആദ്യത്തെ രാജാവിനെ കൊടുത്തത്, ശൗൽ എന്ന രാജാവിനെ. പക്ഷേ ശൗൽ വഴിതെറ്റിപ്പോയപ്പോഴത്തേനെ ദൈവത്തിന് പറഞ്ഞു, ഇനിയും ശൗൽ രാജാവായി വേണ്ട, എനിക്ക് അടുത്തൊരാൾ രാജാവായി വരണം. അതിനും ദൈവം എടുത്തു ഉപയോഗിച്ച് ഫോർ ദ അനോയിൻറ്റിങ് ഗോഡ് യൂസ് സാമുവൽ ടു അനോയിൻറ്റ് എ ന്യൂ കിങ്. ആൻഡ് വാട്ട് ഹാപ്പൻ? സാമുവൽ പോവാണ് ജെസ്സിയുടെ വീട്ടിലേക്ക്. ബിക്കോസ് ദൈവം കാണിച്ചു കൊടുത്ത് എവിടെ പോകേണ്ടതെന്ന്. ജെസ്സിയുടെ വീട്ടിലേക്ക് പോവാണ് പുതിയ രാജാവിനെ അനോയിൻറ്റ് ചെയ്യാൻ. ആ സമയത്ത് ജെസ്സി എല്ലാ മക്കളെയും വിളിച്ചു. 7 മക്കളും മുന്നിൽ വന്ന് നിന്നു. 7 മക്കളിൽ തലയെടുപ്പുള്ളവനെ കാണുമ്പോൾ ശമൂവേൽ പറഞ്ഞു, ഇവനെയാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡ് സാമുവൽ ഗെറ്റ്സ് അപ്പ് ടു അനോയിൻറ്റ് ബട്ട് നത്തിങ് ഹാപ്പൻസ്. ഗോഡ് ഡസ് നോട്ട്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഡസ് നോട്ട് ലീഡ് ഹിം. അങ്ങനെ 7 പേരും നിന്നപ്പോഴും ശമൂവേൽ ചിന്തിച്ചു, എല്ലാവരും ഉണ്ടല്ലോ, ഇവരെ ആരും ഞാൻ അനോയിൻറ്റ് ചെയ്യാൻ ദൈവം എന്നോട് കാണിച്ചു തരുന്നില്ലല്ലോ. പക്ഷേ അന്നേരം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. 1 Samuel 16 chapter verse number 7. യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്ന പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളിച്ചെയ്തു. ഹല്ലേലൂയ. യഹോവ നോക്കുന്ന ഒരാളുടെ ഹൃദയമാണ്. ഇഫ് യുവർ ഹാർട്ട് ഈസ് റൈറ്റ് വിത്ത് ഗോഡ്, ഹി വിൽ യൂസ് യു. ഇവിടെ 7 സഹോദരന്മാരെയും ദൈവം തീരുമാനിച്ചിട്ടില്ല രാജാവാക്കാൻ. ദാവീദിനെ, ഒരു ഷെപ്പേർഡ് ബോയ്, ഹി ഈസ് നോട്ട് ഓഫ് സ്റ്റേച്ചർ, പക്ഷേ ദൈവം തീരുമാനിച്ചു അവനെ വിളിച്ചുകൊണ്ട് പോവാ, നിനക്കിനി ആരുണ്ട്? അടുത്ത മകൻ. ആ മോനെ കൊണ്ടുവരിക. ആ മകൻ വന്നപ്പോൾ വാട്ട് ഡിഡ് സാമുവൽ ഡു? ഹി ടുക്ക് ദി ഓയിൽ ആൻഡ് അനോയിൻറ്റഡ് ഹിം. ഗോഡ് യൂസ് സാമുവൽ ടു അനോയിൻറ്റ് another man who can again multiply the word of God and take it to hundreds. God told David, he is a man after my heart.
അപ്പം ദിസ് ഇസ് ഹൗ ഗോഡ് ഷുഡ് യൂസ് യു ഫ്രം വൺ ജനറേഷൻ. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലോട്ടും നിങ്ങൾക്ക് പാസ് ഔട്ട് ചെയ്യാൻ കഴിയണം. നിങ്ങൾ ദൈവം ഇട്ടിരിക്കുന്ന വചനം അവരും വീണ്ടും അത് വളർത്താൻ ദൈവം അവർക്ക് കൃപ ചെയ്യണം. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ ഫൗണ്ടേഷനാണ് പ്രാർത്ഥന. ലീഡ് യുവർ പ്രേയേഴ്സ് ആൻഡ് കീപ് യുവർ ഫാമിലി ടുഗെദർ. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് ബിക്കോസ് യു ആർ ദ ചോസൺ ഗ്രൗണ്ട്. നിങ്ങൾ നല്ല നിലമാണ് ദൈവം പാകിയിരിക്കുന്ന വിത്തിടാൻ വേണ്ടി. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഐ സ്ട്രോങ്ലി ബിലീവ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഗോഡ് ഹസ് ഡിസൈഡഡ് യു ആർ ദ ഗുഡ്സ് ഗ്രൗണ്ട് ഓൺ വിച്ച് ഐ ക്യാൻ പ്ലാന്റ് മൈ ക്രോപ്പ്. ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നെയിം ക്രിസ്ത്യൻസ് ആർ ദെയർ, ബട്ട് ഇഫ് യു ആർ ഹിയർ യു ആർ ദ ഗുഡ് ഗ്രൗണ്ട്. സോ what you should do, be cheerful that I am the good ground that God has taken to plant. But what I should do from my part is, it is not one crop, it is not 30, not 60 times. I should be able to heal 100 times for God. ഞാൻ എങ്ങനെ 100 മേനി എൻ്റെ ദൈവത്തിനായി കൊടുക്കാൻ പറ്റും? അതായിരിക്കണം നമ്മൾ ഓരോരുത്തരെയും ചിന്ത എപ്പോഴും. ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 12. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. Hallelujah. None of you should have a sinful and unbelieving heart that turns you away from God. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്നും ഇത് ഇല്ലാഴിയില്ല. ചിലപ്പോൾ നമ്മുടെ നല്ല സമയം വരുമ്പോൾ വി വിൽ ബി ബിസി വിത്ത് അവർ ജോബ്. അന്നേരവും നമ്മൾ ദൈവത്തിനെ മറക്കും. കഷ്ടസമയം വരുമ്പോഴും നമ്മൾ കഷ്ടപ്പാടിലായിരിക്കുമ്പോഴും ദൈവത്തിനെ മറക്കും. അറ്റ് ബോത്ത് ടൈംസ് സം ഫൊർഗെറ്റ് ഗോഡ്. ബട്ട് വാട്ട് ഗോഡ് വാണ്ട്സ് ടു നോ ഇസ് അറ്റ് യുവർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് ആർ യു ഏബിൾ ടു റിമെമ്പർ ഹിം? ആർ യു ഏബിൾ ടു പ്രേ ടു ഹിം? ഒരു മരം നിൽക്കുമ്പോൾ സീസണിലും ഓഫ് സീസണിലും, ചിലപ്പോൾ നല്ല വെയിലുള്ള സമയത്തും ചിലപ്പോൾ മഴയുള്ള സമയത്തും, മഴയുള്ളപ്പോൾ ഇലകൾ കൂടാം, വെയിലുള്ളപ്പോൾ ചിലപ്പോൾ ഇല കുറയാം, ചിലപ്പോൾ അതിൻ്റെ ഗ്രീൻ കളർ ഷെയ്ഡ് ഇച്ചിരി കുറയും, ബട്ട് ഇറ്റ് സ്റ്റിൽ സ്റ്റാൻഡ്സ്. God wants to know that. Are you going to stand for him? Will you stand strong for God and his word? അപ്പോൾ ദൈവം ആദ്യം നോക്കുന്ന കാര്യം എന്താണ്? Your heart. Make sure you have a good and noble heart for the God. Second, having a good ear. നല്ലൊരു ചെവി, നല്ലൊരു കേൾവിക്കാരനായിരിക്കണം. Why? നമ്മൾ വചനം കേൾക്കുന്നു, ആ കേൾക്കുന്ന നമ്മുടെ ചെവി കൂടാണ്. ആ സമയത്ത് നമ്മളത് കേൾക്കുമ്പോൾ അത് ഉള്ളിലേക്കാണോ നമ്മൾ എടുക്കാൻ പോകുന്നത്? അതർവൈസ് are you going to just listen and walk away? That is very important. നമ്മൾ കേൾക്കുന്ന വചനം എത്ര പേർക്ക് പ്രയോജനപ്പെടുന്നതായി മാറാൻ കഴിയും? അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. സാമുവൽ പ്രവാചകനെ പറ്റി നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണെങ്കിൽ, സാമുവൽ പ്രവാചകൻ ആ പള്ളിക്കകത്ത് ടെമ്പിൾ ഏരിയയിൽ ഉറങ്ങുമായിരുന്നു. ആ ഉറങ്ങുന്ന സമയത്ത് he was able to hear the calling of God. Maybe are you deep asleep? Are you able to hear when God calls? Are you able to talk to God? That's important. 1 Samuel 3:4 എന്ന് വായിക്കാമോ? യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയനെന്ന് അവൻ വിളികേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന് അടിയൻ ഇതാ എന്ന് വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. 1 Samuel 3:6. യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന് അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, മകനെ പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. 1 Samuel 3:8 എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യവും വിളിച്ചു. അവൻ എഴുന്നേറ്റു ഏലിയുടെ അടുക്കൽ ചെന്നു അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്ന ബാലനെ വിളിച്ചത് എന്ന് ഏലിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. 3 പ്രാവശ്യവും സാമുവൽ വിളി കേട്ടു. He could have been in a deep sleep, but his ear was attentive to God. ആ 3 പ്രാവശ്യവും വിളിച്ചപ്പോൾ he got up telling അടിയനിതാ. He went to Eli, but Eli understood that ഈ വിളിച്ചത് ദൈവമാണ്. 1 Samuel 3:10 വായിച്ചാ. അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. Hallelujah. Samuel told, 4th time Samuel told, I am listening. His ear was attentive to God. നമ്മളുടെ ഓരോരുത്തരെയും ears, is it attentive to God? If it is attentive, you will be able to produce 100 folds. അതാണ് ദൈവം നോക്കി. ഇവിടെ സാമുവൽ ടോൾഡ്, ഐ ആം അറ്റൻറ്റീവ്, ഹിയർ ഐ ആം. അന്നേരം ദൈവം സാമുവലിനോട് നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇഫ് ഹി വാസ് ഇൻ എ ഡീപ്പ് സ്ലീപ്പ്, ഭയങ്കര ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ കേൾക്കാൻ പറ്റും. ചിലവർക്കൊരു കഴിവുണ്ട്, നല്ല ഉറക്കമാണെങ്കിലും ചെറിയൊരു സൗണ്ട് വന്നാൽ കേൾക്കാം. ചിലവർക്ക് നല്ല ഉറക്കം വന്നാൽ പിന്നെ ഉറങ്ങിപ്പോകും. ബട്ട് ഇഫ് യു ഹാവ് ഗോഡ് ഇൻ യു, യു ക്യാൻ ലിസൺ ടു ഗോഡ് സ്പീക്കിംഗ് ടു യു. He will speak to you in
quiet time sometimes. Maybe he speaks to you when you are driving. Are you able to listen to him? You ലോകത്തിലെ കാര്യം ലിസൺ ചെയ്യുന്നതല്ല ഞാൻ പറയും. It's good. You have to listen to everything in the world also. But listen and take what is important. But when it comes to God, you should hear every word of him. Maybe he'll be calling you silently. But keep your ear sharp to listen to what the Lord can do with you in others' lives. ഇവിടെയും നമ്മൾ കാണാം ദൈവം ഒരു കാലത്തും സാമുവലിനോട് ദൈവം ചെയ്യാൻ പോകുന്ന ഒരു കാര്യവും റിവീൽ ചെയ്യാതിരുന്നിട്ടില്ല. ദൈവത്തിൻ്റെ വചനം സാമുവലിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഇറ്റ് ഗ്രൂ ഇൻ ടു 100 folds. ഇതാണ് നമ്മൾ ഓരോരുത്തരും ദൈവം ചിന്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണിത്. സാംസ് 85:8 പറയുന്നു, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ജനത്തോടും തൻ്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. Hallelujah. I will listen to what God the Lord says. He promises peace to his people. If you listen, he promises peace. ഇങ്ങനത്തെ പറഞ്ഞില്ലേ, he promises peace to his people. He will speak to his people. ചില ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് he promises peace. So that peace he will give you to his faithful servants. So always remember, നമ്മളെപ്പോഴും നമ്മുടെ ചെവികൾ ദൈവസന്നിധിയിലേക്കും ദൈവത്തിൻ്റെ വചനത്തിലേക്കും ചെവി കോർത്തിരിക്കണം. Romans 10:17 says, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. Hallelujah. So then faith comes by hearing, and hearing by the word of God. So where is your hearing should be? Your hearing should be in the word of God. So then faith comes by hearing, and hearing by the word of God. You hear the word of God, faith will be built in. So keep your ears open to listen to what the Lord the God has to say to you. മൂന്നാമത്തെ എബിലിറ്റി ടു റീറ്റെയിൻ. ഒരു മണ്ണിന് വേണ്ടിയ അല്ലെങ്കിൽ നല്ലൊരു നിലത്തിന് വേണ്ടി ഒരു അടുത്ത ക്വാളിറ്റിയാണ് ദ എബിലിറ്റി ടു റീറ്റെയിൻ, അല്ലേ? ആ നനവ് ആ മണ്ണിൽ ഇരുന്നില്ലെങ്കിൽ ആ മണ്ണിന് ആ സീഡിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ മണ്ണിന് ഒരു ഗുണവുമില്ലാത്ത മണ്ണായി മാറും, അല്ലേ? ഡെസേർട്ട് സൈഡിൽ നട്ട ഒരു മരം അത് പെട്ടെന്ന് വെള്ളമില്ലെങ്കിൽ അത് പറഞ്ഞു പോകും. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ഒരു നല്ല സീഡ് വളർന്ന് വലുതാവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓൺ എ വെറ്റ് ഗ്രൗണ്ട്. ഇറ്റ് ഷുഡ് ഹാവ് ഇനഫ് വാട്ടർ, നോട്ട് ടു മച്ച് വാട്ടർ. Just like that, in your life, you should have the Holy Spirit. When the Spirit is there, it will help you to retain the word in you. And it will teach you what is right and wrong. നല്ലതേതാ തെറ്റേതാ എന്നുള്ളത് it will make you understand, and you can change things according to that. 1 Samuel 16:13 ഒന്ന് വായിക്കാം. അങ്ങനെ ശൗമേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശൗമേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിലേക്ക് വന്നു. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് അതെവിടെ റെസ്റ്റ് ചെയ്യുന്നു? ദാറ്റ് ഈസ് വെയർ ദ ബ്ലെസ്സിങ് ലൈസ്. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ ഡേവിഡ്. ആൻഡ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കേണ്ട ഇതാണ്, ഗോഡ് most of you have been baptized. Come into the Lord. You should say, Lord, fill me with thy spirit. Every day, Lord, fill me more and more, so that I will be more useful to your kingdom. Acts chapter 1 verse 8 verse 8 ഒന്ന് വായിച്ചേച്ചാ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാവുമെന്ന് പറഞ്ഞു. നല്ല നിലം 100 മേനി വിളയണമെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരണം. Once that Holy Spirit comes into you, you will go to the ends of the world and be witnesses for him. So every time നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ? ദൈവമേ, let your spirit guide me, let it come to me, and every day എനിക്ക് നിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അപ്പ അതൊക്കെ ചെയ്യാൻ എന്നെ നീ എടുത്ത് ഉപയോഗിക്കണമേ. നമ്മൾ കുറച്ചുകൂടെ സാമുവലിൻ്റെ ബുക്കിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കാണാം, സാമുവൽ ഡേവിഡിനെ അനോയിൻറ്റ് ചെയ്യാൻ പോയി, അല്ലേ? ഡേവിഡിനെ അനോയിൻറ്റ് ചെയ്തു. ആ സമയത്ത് സൗലിന് എന്തോ പറ്റിയത്? ഷൗലിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് മാറിപ്പോയി. പക്ഷെ ദാവീദും പാപം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ദാവീദ് പാപം ചെയ്തപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. Psalms 51 verse 11. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്. ഹല്ലേലൂയ. ദാവീദിനെ ഷൗലിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന എന്തിനാ? ദൈവത്തിൻ്റെ ഗാനങ്ങൾ ആലപിച്ച് ഷൗലിൻ്റെ ഉള്ളിലുള്ള ദുരാത്മാവിൻ്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടി. അപ്പം ദാവീദ് ഓരോ ദിവസവും ബിഫോർ ബിക്കമിങ് എ കിങ് ആസ് എൻ അപ്രൻറ്റിസ് സെറ്റ് ബൈ ദ ലോർഡ്, ദാവീദ് ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ദാവീദിന് മനസ്സിലായി, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ നിന്ന് പോയാൽ
എന്നിൽ പിന്നെ നടത്താൻ പോകുന്നത് ദുരാത്മാവായിരിക്കും. സോ ദാവീദ് തെറ്റ് ചെയ്തപ്പോഴും ദാവീദിനുള്ളിൽ ഏറ്റവും വലിയ ഭയം അതായിരുന്നു. ഡു നോട്ട് ടേക്ക് യുവർ സ്പിരിറ്റ് ഫ്രം മീ. സാംസ് 51 വേഴ്സ് 11 ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. ഡു നോട്ട് കാസ്റ്റ് മീ അവേ ഫ്രം യുവർ പ്രസൻസ് ഓർ ടേക്ക് യുവർ ഹോളി സ്പിരിറ്റ് ഫ്രം മീ. ഹോളി സ്പിരിറ്റിൻ്റെ പവർ ഇസ് ദാറ്റ് ഹൈ. If you are not having the Spirit, you cannot retain the word in you. The Holy Spirit is needed to fill you, to retain and give you the gifts of the heavens. Hallelujah. Matthew 4, verse number 1 to 2. ഒന്ന് വായിക്കാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. Hallelujah. നമ്മൾ ഇത് വായിക്കുന്ന എല്ലാവർക്കും പരിചിതമായ ഒരു പോർഷനാണ് മാത്യു ചാപ്റ്റർ 4. ഇതിനു മുന്നെയാണ് ദൈവത്തിൻ്റെ ബാപ്റ്റിസം, ജീസസ് ബീങ് ബാപ്റ്റൈസ്ഡ്. ആഫ്റ്റർ ജീസസ് ഈസ് ബീങ് ബാപ്റ്റൈസ്ഡ്, യേശുവിൻ്റെ ബാപ്റ്റിസം കഴിഞ്ഞിട്ട് ഹീ ഈസ് ഇൻ ദ സ്പിരിറ്റ്. ദ ഹോളി സ്പിരിറ്റ് ഡിസെൻഡഡ് ഓൺ ഹിം ആസ് എ ഡവ്. വന്നു കഴിഞ്ഞിട്ട് the devil is going to tempt him in the desert. So the spirit leads him. ആ ഡെസേർട്ടിൽ പോകുന്ന സമയത്ത് 40 ദിവസം ഉപവസിച്ചു. ഓരോ പ്രാവശ്യവും നമുക്ക് സമയമില്ല, മാത്യു ചാപ്റ്റർ 4, 3 and 4 വായിക്കുമ്പോഴും മാത്യു ചാപ്റ്റർ 4, 5, 7 അത് ഓരോ ടെംപ്റ്റേഷൻസുമാണ് യേശു തമ്പുരാന് കിട്ടിയത്. പിന്നെ മാത്യു 4, 8 to 10 അതുകൊണ്ടൊന്ന് 3 ഒന്ന് വായിക്കാം. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. Who is Jesus? Jesus is the Son of God. He is the living word. ഇതൊക്കെ ആയിട്ട് പോലും when the devil tempted him, the Spirit was there to support him and take Jesus forward. So this Holy Spirit, നമ്മുടെ ഓരോരുത്തരെയും ഈ ഭൂമിയിലുള്ള നമ്മുടെ യാത്രയിൽ this Holy Spirit has to be with you. Every day, like David prayed, you should also pray, Lord, do not take your Spirit away from me in any way. Keep it with me so that I will do all well for your kingdom. ഇവിടെയും മാത്യു 4:11 വായിക്കുമ്പോൾ നമുക്കറിയാം, and after all this the devil left him and the angels came to attend for him. When the Spirit is in you, whatever temptations comes your way, it will not rule over you. You will talk to the temptation, you will talk to the devil and say, from the word, from the scripture you will quote. That is why you need the Spirit. When you have the Holy Spirit in you, you will quote from the scripture and say to the devil or the temptation that is coming your way, that my Lord is on my side and I shall win every battle. I will be an overcomer in the name of the Lord God Almighty. ഇതിനാണ് you need the Holy Spirit to rest inside of you. When you have big problems, don't look at the problem and say how big it is. Look at your God and see how big He is. He could move mountains. And that God has said to each of us, നിൻ്റെ വിശ്വാസം ഒരു കടുക് മണിയോളം ഉണ്ടെങ്കിൽ ഈ മലയോട് പോയി വെള്ളത്തിൽ ചാടാൻ പറഞ്ഞാൽ അത് if it goes jump in the water, it will go jump. It will jump. But God wants to see what your faith is. ഒരു മസ്റ്റേർഡ് സീഡിൻ്റെ ഫെയ്ത്ത് മതി. But for that, the Spirit has to guide you. For you to speak, the Holy Spirit has to be from within you. Romans 8, 26 and 27 എന്ന് വായിക്കാം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഹല്ലേലൂയ. കണ്ടോ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചു. ഇൻ ദ സെയിം വേ ദ സ്പിരിറ്റ് ഹെൽപ്സ് us in our weakness. We do not know what we ought to pray for. നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം, അല്ലേ? We might be clueless what to ask for God for. Maybe your financial situation, your health. You might be clueless what to ask for. But the Spirit Himself intercedes for us. When you have the Holy Spirit in you, it will intercede for you. It will talk on your behalf to God what you have to talk. Hallelujah. And He who searches the heart knows the mind of the Spirit, because the Spirit intercedes for God's people. This Holy Spirit, when it rests in you, it will intercede for you with God. And when you pray, mountains will move for you. Mountains will move for you. And നിങ്ങൾ 60 100 മേനി വിളയാൻ പറ്റുന്ന ആൾക്കാരായി മാറും. You will be that good ground on which God can work. The Holy Spirit will grant you every gift that you require when He is with you.
You know, നമുക്കെല്ലാവർക്കും അറിയാം the gifts of the Holy Spirit. 1 Corinthians chapter 12, 7-10. എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. 7-10. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. Hallelujah. ഈ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ it gives you different gifts. It works in each one of you in different ways. So when you are talking to God, when you are telling him, Lord, ഞാൻ ആ നല്ല നിലമായി മാറാൻ 100 മേനി വിളയാനുള്ള നല്ല നിലമായി മാറണമെങ്കിൽ God will bless you with every gift. But the only thing is, are you preparing yourself for it? ഒരു നല്ലൊരു ഭൂമി എടുത്ത് അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ യു സി ഒരു കണ്ടം കാണാൻ പോയാലും യുൽ സി ഇറ്റ് ഗെറ്റ്സ് പ്ലൗഡ് അല്ലേ. അതിൻ്റെ ഒന്ന് ഇളക്കണം. ചിലപ്പോൾ നിങ്ങൾ ആ ഇളക്കുന്ന സാഹചര്യത്തിലായിരിക്കാം, എല്ലാം കെട്ടിയിരിക്കുമായിരിക്കാം. ബട്ട് ഇറ്റ് ഹാസ് ടു ബി ലൂസൺഡ്. ആ ലൂസൺ ചെയ്യുന്ന സമയത്താണ് ദ ഹോളി സ്പിരിറ്റ് ക്യാൻ വർക്ക് ഫോർ യു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം യു ഗോട്ട് ടു പ്രേ, ഗോഡ് ബ്ലെസ് മീ വിത്ത് യുവർ ഗിഫ്റ്റ്സ് സോ ദറ്റ് ഐ ക്യാൻ ബി ഫ്രൂട്ട്ഫുൾ ടു മെനി. അടുത്തത് എബിലിറ്റി ടു പ്രിസർവ് അല്ലേ. ഒരു കുരു അല്ലെങ്കിൽ ഒരു വിത്ത് നട്ടാൽ അതിന് നല്ല വെള്ളമുള്ള മണ്ണ് വേണം. പിന്നെ ഇതിൻ്റെ വേരുകൾ പോകുമ്പോൾ ഈ വേര് ആ മണ്ണിൽ റീറ്റെയിൻ ചെയ്യണം. ആ മണ്ണ് ഒത്തിരി ലൂസായാൽ ആ വേരുകൾ ഡീപ്പ് ഓടാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ മണ്ണ് ഒത്തിരി കട്ടിയുള്ളതാണെങ്കിൽ ഈ വേരുകൾക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ വേരുകൾ നേരെ ഇറങ്ങിയില്ലെങ്കിൽ നല്ലൊരു കാറ്റടിച്ചാൽ ഈ മരം പോവും. ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാവരും നമ്മൾ ചിലപ്പോൾ നല്ലതായിട്ട് വചനമൊക്കെ കേൾക്കുന്നു, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വി ആർ കമ്മിങ് ഫേസിങ് എ പ്രോബ്ലം. ഈ പ്രോബ്ലം വരുമ്പോൾ തന്നെ എന്താ, നമ്മൾ ഉടനെ അങ്ങ് മാറുകയാണ്. വൈ? ബിക്കോസ് യുവർ റൂട്ട്സ് ആർ നോട്ട് ഡീപ്പ്. So every day in your prayer tell, Lord, strengthen my roots. And how do you strengthen? You strengthen the roots mainly through getting the word into you. And how do you get it? Through prayer. Every day spend more time in prayer. You preserve through prayer. നമ്മൾ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും it will only be kept with you if you learn how to pray. God prayed. Jesus prayed. David prayed. Everyone, Daniel, he prayed. Everyone who prayed, they have had their miracles happen for them in their lives. So even when you pray, God will do great things for you in your life. Don't get troubled by the small things. Never get troubled by the small things. What God wants is how much time, നിങ്ങൾക്ക് എത്ര സമയം പ്രൈസിന് കൊടുക്കാൻ പറ്റും, എത്ര സമയം ദൈവത്തിന് നന്ദി പറയാൻ കൊടുക്കാൻ പറ്റും, എത്ര സമയം ദൈവത്തിനോട് സംസാരിക്കാൻ പറ്റും. How did Hannah pray? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്, നമുക്ക് നല്ലൊരു സ്ഥലം വേണം ഇരുന്ന് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റില്ല, കണ്ണ് തുറന്നും ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഇറ്റ് ഈസ് യുവർ ഹാർട്ട് ദറ്റ് പ്രേസ് ടു ദ ഗോഡ് ആൻഡ് യുവർ ഇയേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ലിസൺ ടു വാട്ട് ഹി ഈസ് സേയിങ് ബാക്ക് ടു യു. Hannah prayed. ഹന്നയുടെ പ്രാർത്ഥനയൊന്ന് നോക്കാം. 1 Samuel chapter 1 verse 12. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അനങ്ങിയില്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. Hallelujah. ഏലിക്ക് തോന്നി, this is a woman who is drunk. But what was her prayer? Her prayer was silent. She was praying inside. ഉള്ളിൽ എല്ലാ വിഷമങ്ങളും നിർത്തിയിട്ട്, ഉണ്ട്, ബട്ട് ആ വിഷമങ്ങളെല്ലാം ഉള്ളിൽ പിടിച്ചിട്ട് she prayed to God in silence. But the Lord of the heavens heard her prayer and blessed her with whatever she needed. So your life also, don't think that I need to pray loud. ഉറക്കെ പ്രാർത്ഥിക്കേണ്ട ചിലപ്പോൾ ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾ ഓഫീസിലായിരിക്കാം, ഇൻ ഫ്രണ്ട് ഓഫ് യുവർ സിസ്റ്റം, ഇൻ യുവർ ക്യാബിൻ, യു ക്യാൻ പ്രേ ഇൻ സൈലൻസ്. എവറി വേർഡ് ദാറ്റ് യു പ്രേ ഫോർ, ഗോഡ് വിൽ ഹിയർ ഇറ്റ്. ബട്ട് ആർ യു പ്രിപ്പയർഡ് യുവർ സെൽഫ് ടു ബി ദാറ്റ് ഗുഡ് ഗ്രൗണ്ട് ഫോർ ഗോഡ്? ഇഫ് യു ആർ, you will flourish for his kingdom. Goodness and mercy, whatever you require may come and will come to you in this world. But അതിൽ ഉപരി what you should know is, am I preparing myself for his kingdom? And ഞാൻ അടുത്തുള്ള ഒരാളെയും ഞാൻ റെഡി ആക്കുന്നുണ്ടോ for his kingdom? You can maybe be blessed by the Lord's word from here. But ഇവിടുന്ന് ഇറങ്ങുമ്പോൾ, are you blessing others with his word? Are you able to talk to others? Are you able to pray for others? Here this woman was without child. But when she prayed, God answered. And what God planted in her, and then God planted the same word into her son. And this son flourished. നല്ലൊരു നിലമായി മാറി അനേകർക്ക് വേണ്ടി. The Lord shall hear your prayer. When you pray, everything will be binded together and kept. Everything will be binded together and kept, so that the blessings
will be on you, and you will be the good ground for the Lord to work. Luke chapter 6 verse 12 ഒന്ന് വായിക്കണേ അച്ഛാ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിനൊരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. Hallelujah. Jesus, the Son of God, why did he have to pray? But every night, wherever you check in the Gospels, you see Jesus used to go and sit and pray. This is what is important. യേശുവും പ്രാർത്ഥിച്ചു. All the prophets have prayed. Why are you keeping yourself away from praying? Find time. 24 hours are there. You can pray anytime. Find your time to pray. Find that time in which you will be able to pray and grow yourself in this Holy Spirit. Grow yourself in the Word. Hallelujah. ഈ Luke 6 chapter 12 നമ്മൾ വായിക്കുന്ന കാര്യം കഴിഞ്ഞിട്ട് Jesus is coming down from the mountain. He chooses his 12 disciples and baptizes them. After the prayer, Jesus came down and baptized the 12 disciples. ദൈവം വീണ്ടും ഒരു വിത്തെടുത്ത് അവിടെ പാകി. ആ പാകിയ നല്ല നിലം വീണ്ടും പോയി. To the every corner. If you and I have known God, ഈ 12 ശിഷ്യന്മാർ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചുകൊണ്ടാണ്. All the 12 disciples, that is the newly chosen disciple also, എല്ലാവരും ഇറങ്ങി തിരിച്ചു. They made more disciples, and because they came forward, ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ദൈവസന്നിധിയിലിരിക്കുന്നു. That is why we came to know God, അല്ലേ? Otherwise, God, His love, His mercy, who will know about Jesus? It would have been confined to an area. But these men who were disciples, they decided, let me go further, let me go far, and let me talk about the good thing that God has done for us in our life. Hallelujah. They tasted the kingdom of heaven, and they want that taste to come to everyone. And so they came and they multiplied to hundreds. Daniel 6 verse 10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയിലുള്ള കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. Hallelujah. Daniel was a man of God, but he did not stop his prayer. There was something big. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത്രയും വലിയൊരു കാര്യമുണ്ടോ നമ്മുടെ മുന്നിൽ? അത്രയും വലിയൊരു പ്രോബ്ലം ഇല്ല. പ്രാർത്ഥിച്ചാൽ തല പോകുമെന്ന്, അല്ലേ? ആ പ്രാർത്ഥിച്ചാൽ തല പോകുമെന്ന് പറഞ്ഞ സമയത്ത് പോലും ഡാനിയൽ told, I will still pray. He found his time to kneel and pray 3 times. And when he prayed, the Lord was with him. And everything he did, God used him again and again. He multiplied. He brought many people. Even the king told that you have a God who is living. King Darius, when he took him out, he told, his God is a living God. So that is your God who can work through you. One important thing is, are you having the Spirit to guide you? Are you praying enough? Your prayer should never be for yourself. Pray that you will be a blessing to many. And none of your prayer, if you are in the Lord, will go in vain. Jesus, Yeshu Tambrane patti chindikkuvaanengil, when he was feeding the 5,000, he took the 5 loaves of bread and the fish. He looked up to heaven. Thanking God is also, when you are able to thank God, that's also your prayer and thanks. It's a part of your prayer to God. He thanked and it multiplied. Just like that, നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഓരോ ദിവസവും ഇടുന്ന വചനം, ദൈവം ഒരു വിത്ത് നിങ്ങളുടെ ഉള്ളിൽ പാകിയിട്ടുണ്ടെങ്കിൽ, it will start multiplying. But the thing is, how strong is your prayer? How strong is the presence of the Holy Spirit in you? When all this comes into the right portion, you will be the right ground for the plant to flourish. നല്ല നിലമായി മാറും. Jeremiah 33 verse 3. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. Hallelujah. What a great thing, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, I will call to me and I will answer you and tell you of great and unsearchable things. Knowledge beyond measure will be given to you. You will learn the words of the Lord, and you can learn to interpret things. God will show you new visions. God will use you mightily, maybe to heal people. He will bless you with the Spirit, or gifts of the Spirit, so that you can be a blessing to many. ഇതിനെല്ലാം വേണ്ടിയ കാര്യങ്ങളാണ്, the perfect ingredients to make the ground good for the Lord. ഇത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ വേദപുസ്തകത്തിനകത്ത് വായിക്കുകയാണ്. ഇറ്റ് കംസ് ഇൻ Luke 8 chapter 15. ഒന്ന് വായിക്കാം. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവൻ തന്നെ. ഇംഗ്ലീഷിൽ വായിക്കുന്നത്, but the seed on good ground, good soil, stands for those with a noble and good heart. The first point that we talked, who hear the word, next retain it, and by preserving produce a crop.
So the word should be able to produce a crop from you. It is not only for you. You should be able to produce a crop. അപ്പോൾ നമ്മൾ വായിച്ച 4 points ആണ് the good ground-നെ പറ്റി. Having a good heart, having good ear to hear the word, the power of the Holy Spirit to retain what you have heard and your blessings. And fourth, the power to preserve all this through prayer, so that this ground can become good and fruitful for the Lord. At times, ഞാൻ പറഞ്ഞ പോലെ ചിലപ്പം നിങ്ങൾ കണ്ടങ്ങൾ കൃഷി ചെയ്യാൻ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ you can see കാളയെ വെച്ച് പൂട്ടുക, സ്ഥലങ്ങളെ മണ്ണൊക്കെ ഒന്ന് ഉഴുതി മറിക്കുക. Why? Maybe we are all going to some stage of that in our life. But if it is going in that stage, it is because God has decided ഈ മണ്ണ് ഞാൻ വെറുതെ ഇടാൻ പോകുന്നില്ല. ഈ മണ്ണ് ഞാൻ എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഇതിൽ ഞാൻ വിത്തുകൾ പാകും. ഇത് നല്ല നിലമായി ഇതിൽ നിന്ന് അനേകർക്ക് പ്രയോജനമുള്ളതായി തീരും. ഒരു നെല്ല് ഇടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് ഓരോന്നോരോന്നാണ്. പക്ഷേ ഒരു നെല്ല് വീണ് കഴിയുമ്പോൾ അതിൽ നിന്ന് കിളിക്കുന്ന ചെടിയിൽ ഒരു നെല്ലാണോ വീണ്ടും വരുന്നത്? It's got a bunch, ഒരു വലിയ bunch. This is what God wants. He wants to plant that one seed into you as the soil. And with all these perfect things around, He wants it to flourish. He wants it to be a bunch so that you can feed many. You can feed many. ഒരു മഴ നല്ലപോലെ പെയ്തില്ലെങ്കിൽ ഇത് ഉണങ്ങാം. ദൈവത്തിന് വേണ്ടി ആ റൈറ്റ് സോയിലാണ്. You are the right soil. He needs you to be watered. He needs you to be fertile. He needs you to be good for His kingdom. Mark chapter 4, 8th verse ഒന്നുകൂടെ വായിക്കാമോ അച്ഛാ? മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. ഹല്ലേലൂയ. 30, 60, 100 മേനി വിളഞ്ഞു. നമ്മളുടെ ഓരോ പ്രാർത്ഥനയും ഞാൻ പറഞ്ഞ പോലെ ഇതായിരിക്കണം. ദൈവമേ, make me useful so that I can give you 100 times for your kingdom. Every one of us, this should be our mission. നമ്മുടെ മിഷൻ ഇതായിരിക്കണം. ദാറ്റ് ഞാനിവിടെ വന്നു, ഈ ലോകത്ത് ജീവിച്ചു, നാളെ ഞാൻ ചിലപ്പോൾ ഈ ലോകത്ത് കാണത്തില്ലായിരിക്കാം. പക്ഷേ ഞാനിവിടെ വന്ന് ജീവിച്ച സമയത്ത് എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര പേരെ കൂടെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ദാറ്റ് ഷുഡ് ബി ദ തോട്ട് ദാറ്റ് വിൽ റൺ ത്രൂ യുവർ മൈൻഡ്. ഹൗ വിൽ യു യൂസ് മീ ലോർഡ് ടു ബി ദ ഗുഡ് ഗ്രൗണ്ട്? ജോൺ 15:16 വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണാം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. You did not choose him. God put you here, planted his word into you. നല്ല നിലത്ത് ദൈവം വിത്ത് വിതച്ചിട്ടുണ്ട്. Now what he wants is go and bear fruit that will last. And when you start bearing fruit, all your problems will be set aside. You will see that the most important thing for me is Jesus. Most important thing for me is my God. Most important thing for me is my heaven. And most important thing for me is how many more can I bring into his kingdom. You see, when a pastor baptizes people, his greatest joy is I'm able to bring so many more into the kingdom of God. This should be your and my joy too. How many more I can bring for my Lord. Not 30, not 60. You should say, I will bring 100 times. Colossians chapter 2 verse 6 and 7 ഓടൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനെ ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. Hallelujah. So then, just as you receive Christ Jesus as Lord, continue to live your lives in him, rooted and built upon his strength and in faith, as you were taught. This is what every day in the church you are taught the same thing: to be rooted, to be strengthened in him. Overflow with thanksgiving. Always be thankful for what the Lord has done for you. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നെ. Always be happy and always say, കർത്താവേ, നിനക്ക് വേണ്ടി എനിക്ക് എത്ര പേരെ കൂടെ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നിനക്ക് വേണ്ടി എനിക്ക് എന്ത് വേല ചെയ്യാൻ കഴിയും. എവറിത്തിങ് ഈസ് റിക്വയർഡ്. യു മൈറ്റ് തിങ്ക് നമുക്കെല്ലാവർക്കും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ബട്ട് ബിയോണ്ട് ദാറ്റ്, ആർ യു വറീഡ് അബൌട്ട് യുവർ സെക്യൂരിറ്റി, അബൌട്ട് ഗെറ്റിംഗ് ഹെവൻ? ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഈസ് നീഡഡ് ഹിയർ. ബട്ട് എത്ര വയസ്സ് വരെ നമ്മളിവിടെ ജീവിക്കും? There's an eternal life that is ahead of us. Are we preparing ourselves for that? This will be taken care of. Goodness and mercy will follow.
But are you taking care of that? Are you taking care of things? എനിക്ക് ഇനിയും എത്ര പേരെ ആ തേഴ്സ്റ്റ് നമ്മൾ ഉണ്ടെങ്കിൽ യു വിൽ ഓൾ ബി ദ ഗുഡ് ഗ്രൗണ്ട് ഓൺ വിച്ച് ഗോഡ് വിൽ സേ, ഞാൻ എൻ്റെ വിത്ത് പാകി, ആ പാകിയതെല്ലാം നല്ല നിലമായിരുന്നു, 100 മേനി അത് കായ്വ് അല്ലെങ്കിൽ ഫലം തന്നു. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമേ, സ്വർഗീയ പിതാവേ, use us, Lord, that we can be able to produce 100 times for your kingdom. Let us be a blessing for many. Bring more into your kingdom, Lord. Use us, Lord. And when you're planting your word in us, the seed, let it grow. And let us see that we keep ourselves good, so that it promotes your growth and your word to grow every time, Lord. Not us, Lord. ഞാനോ ചെറുതാവണം, എൻ്റെ ദൈവം വളരണം, Lord. Hallelujah. You should increase. You should increase, Lord. That's what we should pray. Everything we ask in the name of the Father, the Son, and the Holy Spirit. Amen, amen, and amen.